ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സാം. വേറെ സാം അല്ല, സാമി എഫക്സ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡൈസ് ഇറയോ അങ്ങനെ എന്തുകൊണ്ടല്ലേ സിനിമയുടെ പേര്, ഒരു ഭൂത സിനിമയുടെ റിവ്യൂ ആണെന്ന് വന്നിരിക്കുന്നത്. ഞാൻ മൂവി കണ്ടായിരുന്നു. മൂവി എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇതിൻ്റെ ഡയറക്ടറെ പറ്റി എടുത്തു പറയണം. ഡയറക്ടർ പുള്ളി 4 പടം കൊണ്ടേ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് പടം റെഡ് റെയിനോ അങ്ങനെ എന്തുണ്ട്, അതൊരു കാലം തെറ്റി ഇറങ്ങിയ പടമാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും അങ്ങോട്ട് ദഹിക്കണമെന്നില്ല, പക്ഷേ പടം അതൊരു സൂപ്പർ പടമാണ്. ഈ പടത്തിലോട്ട് വരുമ്പോഴത്തേന് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം നിങ്ങൾക്ക് ആരെങ്കിലും രാത്രി പേടിയാക്കാനുണ്ടെങ്കിൽ ഈ പടം ദയവായി വിളിച്ചുകൊണ്ട് പോയി കാണുക. പിന്നെ കാമുകൻ കാമുകിമാർക്ക് കാണാൻ പറ്റിയ പടമാണ്. കാരണം ഫുൾ ടൈം പേടിയാണല്ലോ, അതുകൊണ്ടൊന്നും റൊമാൻറ്റിക് പടം പോലെ ഒന്നും നമുക്കൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഫുൾ ടൈം പേടിച്ചിരുന്നോളും. അപ്പം പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ക്യാമറ, BGM ക്രിസ്റ്റോ സേവിയർ പിന്നെ അറിയാമല്ലോ, നമ്മുടെ സൂക്ഷ്മദർശിനിയിൽ പുള്ളിയാണ് അടച്ചു വിട്ടേക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ആ സെയിം സാധനം തന്നെ എവിടെയും പിടിച്ചേക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടിയ പ്രണവ് മോഹൻലാൽ, പുള്ളി തകർത്തേക്കുമാണ്, തകർത്ത് തിമിർത്തു അഭിനയിച്ചിരിക്കുന്നു. പടം ഓവറോൾ നോക്കുകയാണെങ്കിൽ പടം നിങ്ങളിത് തിയേറ്ററിൽ തന്നെ കാണുക. ഫോണിൽ കണ്ടാലും നിങ്ങൾ പേടിക്കും. പിന്നെ തിയേറ്ററിലാകുമ്പോൾ തോനെയും പേരുള്ളതുകൊണ്ട് അധികം പേടിക്കത്തില്ല. എൻ്റെ അടുത്തിരുന്ന ചേട്ടനൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുമായിരുന്നു ചില സീനൊക്കെ വന്നപ്പം. പടം സൂപ്പറാണ് ഗൈസ്. ഇത് തിയേറ്ററിൽ തന്നെ കാണാം. തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൗണ്ട് ഡിസൈൻ പക്ക. ഇത് ആരാണ് സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് അറിയത്തില്ല. സൗണ്ടിങ് ആണ് നമ്മളിത് പേടിയാക്കുന്നത് ഈ സിനിമ. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ ഇതൊരു വല്ലാത്തൊരു മിസ്സാകും. ഫോണിൽ കണ്ടാലും നിങ്ങൾക്ക് നല്ല ഇമ്പാക്റ്റ് കിട്ടും. പക്ഷേ നമ്മൾ 64 ചാനൽ സ്പീക്കർ കേൾക്കുന്നതിൻ്റെ എല്ലാം സെപ്പറേറ്റ് കേൾക്കുന്ന ഒരു ഇത് നമുക്ക് ഫോണിൽ കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ OTT ഇറങ്ങുമ്പോൾ ഒരു TV-യിൽ ഹോം തിയേറ്ററിലെങ്കിലും കാണാൻ ശ്രമിക്കുക. മാക്സിമം ഇപ്പം തന്നെ എല്ലാവരും പോയി ഇത് തിയേറ്ററിൽ തന്നെ വെച്ചേക്കുക. വർത്താണ്, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ് ഈ സിനിമ. ഗോ ആൻഡ് വാച്ച് ഗൈസ്. അപ്പം വേറൊന്നും പറയാനില്ല, മൂവി സൂപ്പറാണ് ഗൈസ്, വേറെ ഒന്നും പറയാനില്ല. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് പറയാൻ പറ്റുമോ? ക്യാമറ, ടെക്നിക്കൽ സൈഡ്, ക്യാമറ, എന്താ പറയുന്നത്, എഡിറ്റിങ്, ബാക്കി എല്ലാ കാര്യങ്ങളും പക്കയാണ്. ഇതിൽ വേറെ ഒന്നും പറയാനില്ല ഗൈസ്. അപ്പം നിങ്ങൾ എന്തായാലും ദയവായി ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. അതാണ് നല്ലത്, കൂടുതൽ നല്ലത്. അപ്പോൾ അടുത്തൊരു ജെനുവിൻ റിവ്യൂ ആയിട്ട് വരാം ഗൈസ്. ബൈ.